ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ പുഡിങ്ങിൻ്റെ ഓർഡർ ഉള്ള ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വിട്ട് ടൗണിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് ആബിദിൻ്റെ ഫ്രൂട്ട്സ് കടയിലാണ് കയറിയത്. അതായത് ചിക്കും പൈനാപ്പിളൊക്കെ വേണേനു. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരിക്കും. നമ്മൾ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ കയറി വേറെ എവിടെയും തപ്പേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. എവിടെയെങ്കിലും വിരുന്നൊക്കെ പോകുകയാണെങ്കിലേ എനിക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാലേ തൃപ്തിയാവുള്ളൂ. എത്ര ദൂരെ ആയാലും ഞാൻ വേഗം വാങ്ങി വണ്ടിയിലവിടെ വെച്ചിട്ടേ പോവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവർ പറഞ്ഞാൽ വീട്ടിൽ സാധനം എത്തിച്ചെരുത്തുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പുഡിങ്ങിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാസ് ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടുന്ന് ചൈന ഗ്രാസും പാലും ക്യാരറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈമായി കേട്ടോ. പിന്നെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് നോക്കാൻ നിന്നിട്ടില്ല, നേരെ വീട്ടിലേക്ക്. ക്യാരറ്റ് പുഡിങ്, ചിക്കു, പൈനാപ്പിൾ, ഈ 3 തരം പുഡിങ്ങാണ് കേട്ടോ വേണ്ടുന്നത്. ആദ്യം ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വേവിച്ച് വെക്കുക. അതുപോലെ പൈനാപ്പിളിന് അതിനെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പഞ്ചസാരയിലൊന്നിങ്ങനെ വിളയിച്ചെടുക്കണം. അതുപോലെ ചിക്കും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് പൾപ്പാക്കി എടുക്കണം. അതൊക്കെ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പുഡിങ്ങാക്കൽ വലിയ പണിയെല്ലാം തോന്നും കേട്ടോ. പക്ഷെ അതൊക്കെ നല്ലൊരു മെനക്കേട് തന്നെയാണ്. അൽഹംദുലില്ലാ എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇതുപോലത്തെ കണ്ടെയ്നറിലാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ അടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാനും പറ്റുന്നുണ്ട്. നല്ലൊരു കണ്ടെയ്നറാണ് ഇത്. സ്റ്റോറി കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 45 രൂപയാണ് കേട്ടോ വില വരുന്നത്. ഞാൻ ഇരിക്കൂർ ജാസ് എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ജാസ് ബേക്സ് എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.